യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ടൈറ്റിൽ കണ്ടപ്പോഴേ മനസ്സിലായി കാണും. ഒരു ആത്മീയ ജേണിയെ പറ്റി ഞാൻ പറയാൻ വിചാരിച്ചു. കാരണം ഇതിനെപ്പറ്റി പറയാൻ ആധികാരികമായി എനിക്കറിയാം. അതായത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പിമ്പിൾസ് വന്നു തുടങ്ങിയത് ഒരു ടീനേജ് സമയത്ത് എല്ലാവർക്കും വന്ന പോലെ നോർമലി വന്ന പോലെ കുഞ്ഞു കുഞ്ഞു കുരുക്കളായിട്ട് വന്നു. എന്നിട്ട് ഞാനതിപ്പോ കുറെ മണ്ടത്തരങ്ങൾ കാണിച്ചു. എന്റെ നേരെ കുരു ഇങ്ങനെ അകത്തേക്ക് അമർത്തിയ കുരു അകത്തേക്ക് കയറി പോകുന്നായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, കുരു പോവില്ലല്ലോ. അങ്ങനെ കുറെ മണ്ടത്തരങ്ങൾ കാണിച്ചു. മുഖം നിറച്ച് ഇങ്ങനെ കുരു 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 കുരുന്ന് കുരു. ആ കുരു കുറെ ഇങ്ങനെ സ്കിൻ കെയറിന്റെ സംഭവം അപ്പൊ ആർക്കും അറിയത്തില്ല, എനിക്കും അറിയില്ല. എന്റെ വീട്ടിലൊക്കെ എന്റെ ഉമ്മ പറയുന്നേ മുഖത്തൊക്കെ തേച്ചാലാണ് കുരു വന്നേന്ന്. ഒന്നും തേക്കില്ല ഒന്നും. അപ്പൊ ഒരു +2 കാലഘട്ടം വരെ എന്റെ മുഖം നിറച്ചു കുരുവായിട്ടിരിക്കാൻ പറ്റില്ല. കുറെ കാലം കഴിഞ്ഞപ്പോ എനിക്ക് തന്നെ അത് മൈൻഡ് ആൾക്കാർ കഴിക്കുമ്പോ ഞാൻ പറയും കുരു വളർത്തേ കണ്ടു മനസ്സിലായില്ലേ ആ ലെവലത്തിലാണ്. പക്ഷേ ലോക്ക്ഡൌൺ സമയം ഞാൻ +2 കഴിയുമ്പോൾ ലോക്ക്ഡൌൺ ആയി. ലോക്ക്ഡൌൺ സമയത്ത് കുറെ യൂട്യൂബേഴ്സും ഇതൊക്കെ വന്ന് എനിക്ക് മനസ്സിലായി സ്കിൻ കെയർ സംഭവം ചെയ്താൽ സെറ്റ് ആവുന്ന. അങ്ങനെ ഞാൻ സ്കിൻ കെയർ തുടങ്ങി. സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ അതൊരു കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം. അതൊരു ട്രീറ്റ്മെന്റ് അല്ല, അതൊരു റൊട്ടീനായിട്ട് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ സ്കിന്ന് സെറ്റാകും. സെറ്റാന്ന് വെച്ചാൽ ഹെൽത്തി ആകും. പിന്നെ ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുരുവൊക്കെ നോർമലാണ്. കുരുവും പോർസും എല്ലാം നോർമലാണ്. ഇപ്പൊ എനിക്കിങ്ങനെ വേറെ സ്കിന്നായിട്ട് പുറത്തു പോകാനും മടിയൊന്നുമില്ല. ഓക്കെ, എന്റെ സ്കിൻ കെയർ ആദ്യം ഫേസ് വാഷ് ഞാൻ തുടങ്ങി അങ്ങോട്ടും ഇന്ന് വരെ ഞാൻ ഉപയോഗിക്കുന്ന ഫേസ് വാഷ് ഈ ഹിമാലയയുടെ ഇതാണ്. ഇത് എത്ര ബോട്ടിൽ മേടിച്ചത് എനിക്കറിയില്ല. പിന്നെ ഈ ബോട്ടിൽ ഞാൻ മേടിച്ചാൽ ഈ ഒരു ബോട്ടില് 230-40 ആ റേഞ്ചുള്ളു. ഈ ഒരു ബോട്ടില് 2 ആക്കും. എന്നിട്ട് ഒരെണ്ണം ലയിപ്പിച്ച് വെക്കും. കാരണം അതിന് അത്യാവശ്യം കട്ടിയുണ്ട്. എന്റെ സ്കിൻ എന്ന് പറയുന്നത് കുറെ നാളെ ഞാൻ വിചാരിച്ചു എന്റെ സ്കിന്ന് കോമ്പിനേഷൻ ആണ്. കാരണം ഈ ടീസോണിലെ ഓയിലും ബാക്കി ഇവിടെയൊക്കെ അത്യാവശ്യം ഓയിൽ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ പോകെ എന്റെ ഓയിലിന്റെ സംഭവം കുറഞ്ഞു. ഇപ്പൊ ഞാൻ ഡ്രൈ സ്കിൻ കെയർ ഒക്കെ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. എനിക്ക് എല്ലാവരും സ്കിൻ കെയർ അറിയാൻ പറ്റുന്നു. കാരണം ആദ്യമേ ഞാൻ വിചാരിച്ച എന്റെ ഓയിലാന്നാണ്, പിന്നെ ഞാൻ വിചാരിച്ച ഞാൻ കോമ്പിനേഷൻ ആണ്, പിന്നെ ഞാൻ വിചാരിച്ചു ഡ്രൈ ആണ്. കാരണം എന്റെ സ്കിന്നിങ്ങനെ മാറി മാറി വരും, സീസണിനനുസരിച്ച് മാറി മാറി വരുന്ന സ്കിന്നാണ് എന്റെ. അതുകൊണ്ട് തന്നെ ഈ ഫേസ് വാഷ് ഭയങ്കര അഫോർഡബിൾ ആണ്. എന്തോരം നാൾ നിൽക്കുന്ന ഈ ഒരു ബോട്ടിൽ മേടിച്ചാൽ കുറെ നാൾ നിൽക്കും. കുറെ നാളെന്ന് പറഞ്ഞാൽ കുറെ നാൾ. ഭയങ്കര അഫോർഡബിൾ ആണ്. നമ്മളിങ്ങനെ ഫേസ് വാഷില് കുറെ ചെയ്യേണ്ടതാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതാണ് എന്റെ അഭിപ്രായം. കാരണം ഫേസ് വാഷ് വെച്ചാൽ നമ്മളെ ജസ്റ്റ് ഫേസ് ക്ലീൻ ചെയ്യാം. കാരണം ആ സമയം കൊണ്ട് നമുക്ക് കുറെ എഫക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ കുറെ ഫേസ് വാഷ് ഉപയോഗിച്ചായിരുന്നു. പിന്നെ ഇതേപോലെ ഈ ഒരു ഫേസ് വാഷ് ഡെർമാക്കോടെ ഇതും അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷെ ഇത് ഓയിലി സ്കിന്നിന് നല്ലതാണ്. ഞാനിത് ഓയിലി സ്കിൻ ആണെന്ന് വിചാരിച്ച സമയത്താണ് ഞാൻ ചെയ്തോണ്ടിരുന്നത്. നിങ്ങളൊരു ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഇത് അത്യാവശ്യം മൈൽഡ് ആണ്, ഒരു കുഴപ്പമില്ല. പിന്നെ ഫേസ് വാഷ് ഇത് നല്ലതാ. ഇത് ഓയിലി സ്കിന്നിന് നല്ലതാ. ഇതിന്റെ നെയിമുണ്ട്, അതെനിക്ക് പറ്റത്തില്ല. അതെനിക്കാണ് കുറച്ചും കൂടി ഓയിലി സ്കിന്നൊക്കെ കറക്റ്റ് ആയിരിക്കും. ഇന്ന് ഞാൻ പറയുന്ന എല്ലാം ഭയങ്കര അഫോർഡബിൾ ആണ്. കാരണം എന്റെ സ്കിൻ കെയർ മൊത്തം അഫോർഡബിൾ ആണ്. കാരണം നമ്മൾ നമ്മുടെ പൈസ കൊണ്ട് ഇസ്കി മേടിക്കുന്നതാണല്ലോ. കാരണം അതൊക്കെ അതിന്റെ ക്യാഷ് ഉള്ളൂ. ഫേസ് വാഷ് കഴിഞ്ഞു. പിന്നെ ഞാൻ ടോണർ സ്കിൻ കെയർ തുടങ്ങിയ കാലത്ത് ഒന്ന് യൂസ് ചെയ്തായിരുന്നു. ഇതിന്റെ ബയോട്ടിക്കിന്റെ എനിക്ക് അത്ര ഇഷ്ടമല്ല. എനിക്ക് ടോണറിന്റെ ആവശ്യം, അതും ഒരു അനാവശ്യമായ ഇൻവെസ്റ്റ്മെന്റ് ആണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ടോണർ ഉപയോഗിക്കാം. ഇതിന്റെ റോസ് വാട്ടർ അതിന്റെ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നല്ല. ജസ്റ്റ് നിങ്ങളെ താല്പര്യം. എന്റെ ഫേസ് വാഷ് അടുത്ത മോയ്സ്ചറൈസർ എന്ന് പറയുമ്പോൾ തുടക്ക കാലഘട്ടങ്ങളിൽ ഞാൻ ഉപയോഗിച്ചത് ഇതായിരുന്നു. ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ ബയോട്ടിക്കിന്റെ ഒരു മോയ്സ്ചറൈസർ ഉണ്ട്. ഞാൻ ഇമേജ് ഉള്ളിൽ കാണിക്കാം. അത് കുഴപ്പമില്ല, ഡ്രൈ സ്കിൻ സെറ്റപ്പാണ്. പക്ഷെ അതിൽ നല്ല ഇതായിരിക്കും. ഇതെല്ലാവർക്കും അറിയാം, ഭയങ്കര ഫേമസ് ആണ്. ഇതിന്റെ ഇത്രയും വലിയ ഞാൻ എത്ര ഉപയോഗിച്ചൊന്നും എനിക്കറിയില്ല. ഇത് സെറ്റായിരുന്നു. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ഇത്
യൂസ് ചെയ്യുന്നോണ്ട് എന്റെ മുഖത്ത് പോർസ് അടഞ്ഞിട്ട് കുഞ്ഞു കുഞ്ഞു ബംസായി വന്നു തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചത് കുറെ നാളായല്ലോ, അപ്പൊ ഇത് മാറ്റി വേറെ ഇതിന്റെ തന്നെ ഇത് യൂസ് ചെയ്യാന്ന് വിചാരിച്ചു. ഇതും ഞാൻ കുറെ നാൾ യൂസ് ചെയ്തു. പക്ഷെ ഇതിന്റെ ഒറ്റ കുഴപ്പമെന്ന് വെച്ചാൽ ഇത് എന്റെ സ്കിന്നിന് മോയ്സ്ചർ ഭയങ്കര കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ ഈ അടുത്ത കാലഘട്ടം വരെ ഇതാ യൂസ് ചെയ്തോണ്ടിരുന്നത്. ഈ പോർസിന്റെ സൂപ്പർ ലൈറ്റ് അല്ലേ, ഇത് നല്ല ഓയിലി സ്കിന്നിനും കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുമ്പോൾ കൂടുതലും ഓയിലി സൈഡിലേക്കുള്ള കോമ്പിനേഷൻ സ്കിന്നിന് ഇത് ബെസ്റ്റാ. ഇത് ഡ്രൈ സ്കിന്നിന് ബെസ്റ്റ് സൂപ്പർ. പക്ഷെ ഇതിന് എന്നെ പോലെ പോർസ് നോൺ കോമിഡോജനിക് ആണോന്ന് എനിക്കറിയില്ല, ഉറപ്പില്ലത്. അതുകൊണ്ട് ഞാനിപ്പോ ഇത് യൂസ് ചെയ്യുന്നില്ല. ഇപ്പൊ ഞാൻ എന്റെ കറന്റ് ഫേവറേറ്റ് നിവ്യയുടെ ഇത് ഞാൻ എന്താ യൂസ് ചെയ്യുന്നത് ഇത്രയും വൈകിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നല്ലതാ, നന്നായി മോയ്സ്ചർ ചെയ്യും, ഒന്നും ബ്രേക്ക് ഔട്ട് ഉണ്ടാക്കിയില്ല, സെറ്റ് സാധനം. കാരണം ഇതെന്ന് പറയുമ്പോ ഭയങ്കര കട്ടിയായിരുന്നു, ഇത് ഭയങ്കര ലേറ്റ് ആയിരുന്നു. ഇതിന്റെ രണ്ടിനും നടുക്ക് കിടന്ന സംഭവമാണ് ഇത്. എനിക്ക് ഈ ടെക്സ്ചറാണ് ഇഷ്ടം. കൂടുതൽ കട്ടിയല്ല, കൂടുതൽ ജെൽ ടൈപ്പ് അല്ല. ഞാൻ കാണിച്ചു തരാം. നല്ല ഇട്ട ഇങ്ങനെ സെറ്റാണ്, ഇതെനിക്കിഷ്ടം. ഒരു ഫ്രാഗ്രൻസ് ഉണ്ട്, നെവർ മൈൻഡ്. അത് കുഴപ്പമുള്ളവർക്ക് വേറെ നോക്കാം. പിന്നെ ഇപ്പൊ മോയ്സ്ചറൈസറിന്റെ സെക്ഷൻ കഴിഞ്ഞു. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ. വേറെ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് ബെറ്റർ റിസൾട്ട് തോന്നിയില്ല. ബയോട്ടിക്കിന്റെ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല ആർക്കും. പക്ഷെ എന്റെ ഒരു കസിൻ സിസ്റ്റർ എന്റേത് കൊണ്ട് യൂസ് ചെയ്തപ്പോ സെറ്റ് ആയിരുന്നു. ഓരോരുത്തർക്ക് എന്റെ എക്സ്പീരിയൻസ് ആണ് എന്ന് പറയണേ മോയ്സ്ചറൈസർ. പിന്നെ ഞാൻ മോയ്സ്ചറൈസറിന് മുമ്പേ നമ്മള് സിറം എന്തെങ്കിലും യൂസ് ചെയ്യാം. അപ്പൊ സിറം എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെ സ്കിൻ കണ്ടീഷൻ അനുസരിച്ചാണ് സിറം വരുന്നത്. ഞാൻ ആദ്യം ഫസ്റ്റ് യൂസ് ചെയ്ത സിറം എന്ന് വെച്ചാൽ ഈ റോസിപ്പിന്റെ ഗുഡ് വൈബ്സിന്റെ സിറം. പക്ഷെ ഇതിനകത്ത് എനിക്ക് സിറം ജസ്റ്റ് ഒരു ഗ്ലോയിങ് കിട്ടുന്ന വിചാരിച്ച് മേടിച്ചതാണ്. ഇത് കുഴപ്പമില്ല, പക്ഷെ കുറേ പേർക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. എനിക്ക് കിട്ടുമ്പോ കുഴപ്പമില്ല, ഒരു ഗ്ലോയി ഒക്കെ കിട്ടുന്നുണ്ട്, നല്ലതാ, മോശം പറയാനില്ല. പിന്നെ എന്റെ സ്കിൻ കണ്ടീഷന് വേണ്ടി ഞാൻ യൂസ് ചെയ്താണ് ഈ നിയാസിനിമൈഡ് സിറം. ഇത് ഞാനൊരു 2-3 ബോട്ടിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിനെപ്പറ്റി പറയുവാണെങ്കിൽ എനിക്കൊരു മിക്സ്ഡ് ഒപ്പീനിയനാ. അതായത് റിസൾട്ട് കിട്ടിയോ എന്ന് ചോദിച്ചാ എന്തോ കിട്ടുന്ന പോലെ തോന്നുന്നുണ്ട്, പക്ഷെ ഇത് വിസിബിൾ അല്ല. ഞാൻ ഇത് കുറെ നാൾ യൂസ് ചെയ്തു, പിന്നെ എനിക്ക് തോന്നി വേണ്ടാന്ന് തോന്നി. പോർസ് മിനിമൈസ് ചെയ്യാൻ നമ്മൾ നിയാസിനിമൈഡ് സിറം യൂസ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് തോന്നി പിന്നെ വിചാരിച്ച് വേറെ ഏതെങ്കിലും ബ്രാൻഡിന്റെ യൂസ് വിചാരിച്ച് ഇത് നിർത്തി. പിന്നെ ഞാന് എന്റെ മുഖത്ത് പിമ്പിൾസ് അല്ല, ടെക്സ്റ്റൈൽ സ്കിൻ ഞാൻ പറഞ്ഞില്ല. പിന്നെ പിമ്പിൾസ് ഇടയ്ക്ക് ഭയങ്കരമായിട്ട് ഓയിലി ഫുഡ് കഴിച്ചാൽ വരും. പിന്നെന്താ പീരിയഡ്സിന്റെ സമയത്തേനും അതൊക്കെ ഞാൻ തന്നെ വിടും, തന്നെ പോവും. എന്റെ മുഖത്ത് വന്നാൽ അതൊക്കെ പാട് തരാണ്ട് പോവില്ല. അത്രയ്ക്ക് നല്ല സ്നേഹമുള്ള പിമ്പിൾസ് ആണ് എന്റെ മുഖത്ത് വരുന്നത്. വന്നാൽ എന്തെങ്കിലും തരാണ്ട് പോവില്ല. അത്രയ്ക്ക് സ്നേഹമുള്ള തെണ്ടികളാണ് വരുന്നത്. ഒന്നും ചെയ്യണല്ലോ, എന്നാലും വരും. ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്നതാണ് ഈ സാലിസിലിക് ആസിഡിന്റെ മിനിമലിസ്റ്റിന്റെ സാലിസിലിക് ആസിഡ്. ഇത് അത്യാവശ്യം നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ മുഖത്തുള്ള ഓയിൽ പ്രൊഡക്ഷൻ കുറയ്ക്കും. ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മള് രാത്രി പകല് യൂസ് ചെയ്യരുത്. പകല് യൂസ് ചെയ്യുവാണെങ്കിൽ എന്തായാലും ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യണം. ഇത് നല്ലതാണ്. എന്റെ മുഖത്ത് കുറച്ചും കൂടി എന്റെ മുഖത്ത് പ്രശ്നം എന്ന് വെച്ചാൽ പിമ്പിൾസ് ആണല്ലോ. അപ്പൊ ഞാൻ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യണത് അതായിട്ട് ബന്ധപ്പെട്ട ഇൻഗ്രീഡിയൻസ് ആണ്. നിങ്ങളുടെ മുഖത്തെ കൺസേൺ എന്താണെന്നനുസരിച്ചാണ് നിങ്ങൾ സെലക്ട് ചെയ്യാൻ. പിമ്പിൾസ് ആണെങ്കിൽ നിങ്ങൾ സാലിസിലിക് ആസിഡ് എടുക്കാം. പിന്നെ പിഗ്മെന്റേഷൻ അതൊക്കെ ഗ്ലൈക്കോളിക് ആസിഡ്. പിന്നെ എന്റെ ഫേവറേറ്റ്, എന്റെ മുഖത്ത് പാടൊക്കെ ഇല്ലാണ്ടാക്കി കളഞ്ഞൊരു സംഭവമാണ്. ഇതിനെപ്പറ്റി പക്ഷെ കുറെ പേര് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇതൊരു ഫാർമസി പ്രൊഡക്റ്റ് ആണ്. ഇത് നിങ്ങൾ മേടിക്കുക. പിമ്പിൾസ് പാടൊക്കെ പോകാൻ ബെസ്റ്റ് സെബോജൽ. ഇതിന്റെ പുറത്തുള്ള സംഭവമൊക്കെ മെയിൻ ചെയ്യണ്ട. സെബോജൽ എന്ന് പറയും,
ഇതൊരു ഫാർമസി പ്രൊഡക്റ്റ് ആണ്. ഞാൻ ഡോക്ടറിനെ കണ്ട് മേടിച്ചൊന്നല്ല, ജസ്റ്റ് ഞാൻ വീഡിയോ കണ്ട് ഈ റിവ്യൂ കണ്ട് മേടിച്ചതാ. സെറ്റ്. ഞാൻ ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഇതിന് ഓൾട്ടർനേറ്റ് ആയിട്ട് ഇത് രണ്ട് യൂസ് ചെയ്യും. അതായത് ഇപ്പൊ ഇത് ഞാൻ ഒരാഴ്ചയിലോ ഒരു രണ്ട് ദിവസമൊക്കെയാണ് യൂസ് ചെയ്യും. ഇത് ഞാൻ മിക്കപ്പോഴും യൂസ് ചെയ്യാറ് തോന്നുന്നു. ഇത് രണ്ടും ഒരുമിച്ച് ഞാൻ ചിലപ്പോൾ യൂസ് ചെയ്യാറുണ്ട്. കാരണം ഇത് സീറോ ആണല്ലോ. സീറോ ഇട്ട് മോയിസ്ചറൈസറും കഴിഞ്ഞ് ഈ ഇതെന്റെ ഒരു സ്പോട്ട് കറക്റ്റായിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതായത് ഒരു സ്മോൾ സൈസ് എടുത്ത് നമ്മുടെ പിമ്പിള് ആക്നെ മാർക്സ് ഉള്ള സ്ഥലത്ത് ഇടാം. ഇത് ഇവര് പറയണ രാവിലെയും വൈകിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. 2 പ്രാവശ്യം യൂസ് ചെയ്യാം. നല്ല റിസൾട്ട് കിട്ടും. നല്ലതെന്ന് വെച്ചാൽ നല്ലത്. എനിക്ക് ഇതുവരെ കാണിച്ചു. നിങ്ങൾക്ക് ഡാർക്ക് സ്പോട്ട് മാറാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഇതായിരിക്കും. ബെസ്റ്റ് ആണ്. ഇത് ഞാൻ മേടിച്ചിട്ട് കുറെ നാളായി. ഇതിന്റെ 200 ആ റേഞ്ച് 250 ആ റേഞ്ച് ഉണ്ടായിരുന്നു ഞാൻ മേടിച്ചപ്പോ. കാരണം ഇത് നമ്മൾ സ്മോൾ എമൗണ്ട് എടുക്കുന്നേ. ഇത് കുറെ നാളത്തേക്കുണ്ട്. ഇത് ഡാർക്ക് സ്പോട്ട് മാറണമെങ്കിൽ ഇത് മേടിക്കുക. നല്ല സാധനമാണ്. ലിപ് ബാം. ലിപ് ബാം എന്ന് പറയുമ്പോ ലിപ് ബാമിന് മുമ്പ് സൺസ്ക്രീൻ എന്ന് പറയുമ്പോ ഞാനിപ്പോ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ എന്ന് വെച്ചാൽ എനിക്ക് ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുന്ന സൺസ്ക്രീൻ. കാരണം എനിക്ക് സൺ പ്രൊട്ടക്ഷൻ വേണം. എനിക്ക് അതിന് അലർജി ഉള്ളതുകൊണ്ട് അത് ഞാൻ കാണിക്കുന്നില്ല. പക്ഷെ എനിക്ക് ഏറ്റവും അതിന് മുമ്പ് ഇഷ്ടപ്പെട്ട സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഫിക്സ് ഡെർമയുടെ സൺസ്ക്രീൻ നല്ലതാ. അതെന്ന് വെച്ചാൽ വൈറ്റ് കാസ്റ്റ് ഇല്ല. അതിന്റെ മണം അത്ര കുഴപ്പമില്ല. അതൊരു ഫാർമസി പ്രൊഡക്റ്റാ. അത് നല്ലതാ. അത്യാവശ്യം അഫോർഡബിളാ. പിന്നെ ന്യൂട്രോജീനയുടെ ഞാൻ യൂസ് ചെയ്തായിരുന്നു. പക്ഷെ അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ സൺസ്ക്രീൻ പേഴ്സൺ അല്ല, ഞാൻ മോയിസ്ചറൈസർ പേഴ്സണാ. അതായത് സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു 2 hour കൂടുമ്പോൾ നമ്മള് പിന്നെ റീഅപ്ലൈ ചെയ്യണം. അത് എനിക്ക് ഒട്ടും പറ്റില്ല. പറ്റാന്ന് വെച്ചാൽ പൈസ വെച്ച് നോക്കുമ്പോൾ നമുക്കത് ഒട്ടും പറ്റാത്ത പോലെ എനിക്ക് തോന്നി. നിങ്ങൾക്ക് പറ്റില്ല, നിങ്ങൾ സെറ്റ്, നിങ്ങൾ യൂസ് ചെയ്തോ. അതായത് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിന് ഞാൻ റെക്കമെൻഡ് ചെയ്യുക കൊട ഉപയോഗിക്കുക, ഫുൾ കൈ ഡ്രസ് ഇടാം. അങ്ങനെ നമ്മളിപ്പോ സൺസ്ക്രീൻ തേച്ചാലും ടാനൊക്കെ അടിക്കും. നമ്മളിപ്പോ സൺസ്ക്രീൻ തേച്ചാലും ടാൻ സംഭവം അടിക്കും. യുവരേറ്റ് പ്രൊട്ടക്ഷൻ കിട്ടുന്നതാണ് പറയുന്നത്. അപ്പൊ നമുക്കിത് അല്ലാണ്ട് നമ്മൾ ഫിസിക്കലി പ്രൊട്ടക്ട് ചെയ്യാലോ. അതാണ് എനിക്ക് കുറച്ചും കൂടി നല്ലത്. കാരണം സൺസ്ക്രീൻ ടു എക്സ്പെൻസീവ് ഫോർ മീ. നിങ്ങൾക്ക് അല്ലെങ്കിൽ അപ്പൊ സൺസ്ക്രീനിന്റെ സംഭവം ഞാൻ പറയാം. ഫിക്സ്ഡ് ആകുമ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യും. അത് നല്ലതാ. ഞാൻ യൂസ് ചെയ്തിട്ടത് നല്ലതാ. ഞാൻ ലിപ് ബാം, ലിപ്സ്റ്റിക്കിന്റെ അടിയിൽ ഇടാനും ജസ്റ്റ് മോയിസ്ചർ കണ്ടന്റ് കിട്ടാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്ത കുറച്ച് ലിപ് ബാം എന്ന് പറയുന്നത് ഇപ്പൊ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് കോളേജ് പോകുമ്പോൾ കിട്ടുന്ന ഈ ഹിമാലയുടെ 30 രൂപയുള്ളൂ. ഞാൻ ലിപ് ബാമിൽ കുറെ ഇൻവെസ്റ്റ് ചെയ്യാറില്ല. അതുകൊണ്ട് പിന്നെ ഈ ബയോട്ടിക്കിന്റെ ലിപ് ബാം നല്ലതാണ്. ബയോട്ടിക്കിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം ഈ ലിപ് ബാമാണ്. പിന്നെ എന്നെ ഈ ബയോട്ടിക് ഇതാണ് ലിപ് ബാം. ഇത് ബയോട്ടിക്കിന്റെ ഒരു സ്പോട്ട് കറക്റ്ററാണ്. ഞാൻ പണ്ട് തോനെ കണ്ട് യൂസ് ചെയ്ത, പക്ഷെ ഇത് കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നി. ഞാൻ ജസ്റ്റ് കാണിക്കാന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഇടയ്ക്ക് ഈ എം കഫേന്റെ ഈ സ്ക്രബ് യൂസ് ചെയ്യലുണ്ട്. ഇവിടേക്ക് ആയിട്ട് അത്യാവശ്യം നല്ലത്. പിന്നെ ഫേസ് മാസ്ക് എന്ന് പറയുമ്പോ ഫേസ് മാസ്ക് ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറ് നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ്. ഫ്രൂട്ട്സ്, പപ്പായ പഴുത്ത് പോയത്, പഴം പഴുത്ത് പോയത്. ഒറ്റൊരു കാര്യം നിങ്ങൾ ചെയ്യുക, പിമ്പിളിന് അത്ര കാര്യം കൊടുക്കണ്ട. എന്തിനും നമ്മുടെ പുറത്തുള്ള ഒന്നിനും നിങ്ങൾ അത്ര കാര്യം കൊടുക്കണ്ട. ഓക്കെ, ഇത്രേ ഉള്ളൂ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.